എവിടെയാണ് തുമ്പി നമ്മൾ തേൻ അന്വേഷിക്കാൻ വന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? അത് നമ്മുടെ കിങ്ങിണിക്കാട് ചേട്ടാ. ഓ കിങ്ങിണിക്കാടോ? പെട്ടെന്ന് നടക്കുക ചേട്ടാ, തേൻ അല്ലെങ്കിൽ കിട്ടത്തില്ല. അയാൾ കാട്ടി തേൻ കടയൊന്നും അല്ലല്ലോ, തേനീച്ച കൂടല്ലേ, അത് എപ്പോഴും കാണും അവിടെ തന്നെ. അമ്മയോട് എങ്ങനെയും പറഞ്ഞിട്ടല്ലേ നമ്മളെ തേൻ എടുക്കാൻ വിട്ടത്. അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ അമ്മ നമ്മളെ കാണാത്തതിന്റെ വിഷമിക്കും. ആ ശരിയാ, നമുക്കൊന്ന് പെട്ടെന്ന് പോവാം, എന്നിട്ട് പെട്ടെന്ന് തേനും എടുത്തോണ്ട് വരാം. ആ എല്ലാരും നടക്ക്. ഞാൻ ഈ ഭാഗത്തായിട്ടൊന്നും വന്നിട്ടേ ഇല്ലല്ലോ. അതെ ഞാനും വന്നിട്ടില്ല. ആ നിങ്ങൾ എന്തായാലും വന്നല്ലോ ആദ്യമായിട്ട് രണ്ടുപേരും. ആ ഞാനും മുമ്പ് നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ചുമ്മാതെ വന്നിട്ടുണ്ട്. പിന്നെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ഭംഗിയായ സ്ഥലം. പെട്ടെന്ന് നടക്കേട്ടാ, സംസാരിച്ചോണ്ടിരിക്കാതെ. ആ എല്ലാരും പെട്ടെന്ന് വാ. ഇവിടെയാണ് തുമ്പി നീ പറഞ്ഞ കിങ്ങിണിക്കാട്? അതെ ചേട്ടാ, ഇതാ കിങ്ങിണിക്കാട്. പക്ഷെ ഇവിടെ തേനീച്ച കൂടുതൽ കാണുന്നില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നമ്മളവിടെ തേനീച്ച കടക്കാരുണ്ടെന്ന് ചോദിച്ചില്ല തേന്. ആ തേനാണെങ്കിൽ ഭയങ്കര പ്യൂർ, പക്ഷെ ഭയങ്കര പൈസയായിരുന്നു. അതുകൊണ്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ. അയാൾ തന്നെ പറഞ്ഞു ഈ തേനിന്റെ സ്ഥലം. അന്നാ നമ്മളയാള് പറ്റിച്ചാടി, വെറുതെ ഇങ്ങോട്ട് വന്നു. ചേട്ടാ ചിലപ്പോ അയാൾ നമ്മളെ പറ്റിച്ചല്ലായിരിക്കും. നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ വരുമ്പോഴൊന്നും കാണണമെന്നില്ലല്ലോ, കുറച്ചൊക്കെ തപ്പ ഇങ്ങോട്ട്. ആ ശരി എന്നാ ഇവിടെ തപ്പ. നമ്മളിത് എങ്ങോട്ടാ പോന്നേ? നമ്മളെല്ലാരും കൊണ്ട് തേനെടുക്കാൻ പോവാ തേനീച്ചക്കൂട്ടില്. നേരത്തെ പറഞ്ഞല്ലോ. എന്റെ പൊന്നെ, തേനീച്ചെന്നെ കുത്താൻ വരില്ല, ഞാൻ ഒറ്റ ഓട്ടോടും കേട്ടോ. ആ എല്ലാരും ഓടിക്കും, ഞാൻ തേനെടുക്കാം. എനിക്ക് നേരത്തെ തേനെടുത്ത ശീലമൊക്കെ ഉണ്ടല്ലോ. നമ്മളെല്ലാരും അപ്പൂപ്പനില്ലായിരുന്നു. അപ്പൂപ്പൻ നേരത്തെ ഇത് തന്നെയായിരുന്നു പരിപാടി, തേനീച്ചകളെ വളർത്തുന്നത്. അപ്പൂപ്പൻ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് തേനീച്ച വളർത്താൻ. എന്താ പറയാൻ, അപ്പൂപ്പൻ ഇപ്പൊ ഇല്ലല്ലോ. എന്തായാലും ചേട്ടാ നമുക്ക് അങ്ങോട്ടും കൂടെ പോയി നോക്കിയിട്ട് വരാം. അല്ല നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്. എല്ലാവരും കൂടെ വന്നാലും ചിലപ്പോൾ തേനീച്ച നിങ്ങൾ എല്ലാവരും കുത്തും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നായി. ഞാനാണെങ്കിൽ തേൻ എടുത്തോണ്ട് വരാം അങ്ങോട്ട്. ആ എന്നാ ശരി ചേട്ടാ, സൂക്ഷിച്ചു പോകണം കേട്ടോ, ഭയങ്കര ഇരുട്ടാ ഇപ്പം കാട് വന്നത്. അതൊന്നും കുഴപ്പമില്ലടി, എനിക്കറിയാം നോക്കിപ്പോ. ശരി എന്നാ ഇപ്പൊ വരാം. ശരി ചേട്ടാ, നല്ല അടിപൊളി തേനും കൊണ്ട് വരാം ഞാൻ. പാവം ചേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി തേൻ എടുക്കാൻ പോയേക്കുന്നു. ശരിയാ, പാവം ചേട്ടൻ. എന്റെ പേടിയെന്ന് വെച്ചാൽ ഈ പാവം പിടിച്ച ചേട്ടനാണെങ്കിലേ നമുക്ക് ഒരാളെ തേനെ ഈ ചേട്ടൻ തന്നെ കുടിച്ചു കൊടുക്കുന്ന എന്റെ പേടി വരുന്ന വഴിക്ക്. ചേട്ടൻ അങ്ങനെയൊന്നും കുടിക്കത്തില്ല. എന്നാ നിനക്കറിയാം ചേട്ടന്റെ സ്വഭാവം. ഏടി ശിവാനി, ചേട്ടനെ കണ്ട പാവമായിട്ട് തോന്നും. ആർക്കറിയാം നമ്മുടെ തേൻ കുടിക്കോ ഇല്ലേന്ന്. ചേച്ചിയുടെ പുലിയോ കാട്ടാനോ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് പോടി ശിവാനി, ഇവിടെ പുലിയും കാട്ടാനൊന്നും ഇല്ല. ഈ മല കയറിയ പിന്നെ അപ്പുറത്താണെങ്കിൽ വലിയ റോഡാ, അപ്പഴല്ലേ പുലി. അല്ല ഞാൻ അപ്പുറത്തെ മലയിലോട്ടൊന്നും പോയിട്ടില്ല, അതാണ് ചേച്ചി നോക്കിയത്. ചേച്ചി ആ മല കയറിയിട്ടുണ്ടോ? നമ്മളെല്ലാരും മറ്റേ ഒരു ദിവസം തേൻ എടുക്കാനായിട്ട് പോയില്ലായിരുന്നോ? അപ്പോഴും മറ്റേ അസ്ഥികൂടപ്പുറത്തിന് കണ്ടില്ലേ അന്ന്? ഓ ഇപ്പോഴും ഓർമ്മ വന്നേ, സോറി ചേച്ചി. ആ അങ്ങനെ ഞാനും കയറിയിട്ടുണ്ട്, കൺമണിമോളും കയറിയിട്ടുണ്ട് മല. പിന്നെ ചേട്ടനും. ഈ ചേട്ടൻ പോയിട്ട് കുറെ നേരമല്ലേ, നമ്മളെ പറ്റിച്ചോ? ചേട്ടൻ ആ വഴി അങ്ങ് തേനും കൊണ്ട് പോയ എന്ത് ചെയ്യും? എന്റെ പൊന്നെ, നമ്മളിപ്പോ ഒറ്റയ്ക്ക് നിൽക്കണം ഇവിടെ. ഈ ചേട്ടൻ തേൻ കുടിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഒന്ന് നോക്കിയിട്ട് വന്നാലോ? കൺമണിമോളെ ശിവാനി, ഞാനാണെങ്കിലും ചേട്ടനെ നോക്കിയിട്ട് വരാവേ. അയ്യോ വേണ്ട ചേച്ചി, പേടിയാ. അതെ ചേച്ചി, അങ്ങനെ ഇട്ടിട്ട് പോയല്ലോ, ചേട്ടൻ ഇപ്പൊ തന്നെ വരും. അന്നാ ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് പേടിയാണെങ്കിൽ. പക്ഷെ ചേട്ടൻ എന്തായാലും അവിടെ എന്ത് ചെയ്യുമായിരിക്കും? ചേട്ടൻ ഇതിന് തേൻ മൊത്തം കുടിക്കുകയാണോ? ഓ എന്ത് കഷ്ടം, ചേട്ടന് കുറെ നേരമല്ലേ പോയിട്ട്. തേനൊക്കെ എടുക്കാൻ കുറെ സമയം എടുക്കും, കാരണം തേനീച്ചേനൊക്കെ ഓടിക്കണ്ടേ. ചിലപ്പോ ശിവാനി പറഞ്ഞത് തന്നെ ആയിരിക്കും, ചേട്ടൻ ചിലപ്പോ തേനീച്ചയൊക്കെ ഓടിച്ച് തേൻ എടുത്തോണ്ട് വരുമായിരിക്കും ഇങ്ങോട്ട്. ഈ ചേട്ടൻ പോയിട്ട് കുറെ നേരമായാലും ഇതുവരെ വന്നില്ലല്ലോ. ശരി, ഈ ചേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ, കുറെ നേരമായല്ലോ. ഇപ്പം ഒരു 10 മിനിറ്റ് മേളിലായി. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും നിൽക്കാൻ പെട്ടെന്ന് പോയിട്ട് ഓടിപ്പോയിട്ട് വരാം. ആ ശരി ചേച്ചി, ചേച്ചി വെക്കോ. നീ എന്താണ് കൺമണിമൊന്നും മിണ്ടാത്തേ? ആ ചേച്ചി വെക്കോ. ചേച്ചി പോയിട്ട് പെട്ടെന്ന് വരാവേ കേട്ടോ. ചേച്ചി തിരിച്ചു വന്നില്ലെങ്കിലേ നിങ്ങൾ ആ വന്നു വഴി വീട്ടിൽ പോകാം കേട്ടോ. ശരി എന്നാ ഞാൻ പോവാ. ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞേ? ചേച്ചി എന്താ പറഞ്ഞേ? ചേച്ചി പറഞ്ഞു കേട്ടില്ലേ കൺമണിമോളെ? ചേച്ചി തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ വന്നു വഴിയൊന്ന് വീട്ടിൽ പോകാനെന്ന്. നമ്മൾ തന്നെ വീട്ടിലോട്ട് പോകുന്ന നടന്ന് പേടിക്കണ്ട കൺമണിമോളെ. ചേച്ചി ചേട്ടനെ കൊണ്ടങ്ങ് വരും ഇപ്പം. തേനെടുക്കാൻ വരണ്ടായിരുന്നു. ചേട്ടനെ അന്വേഷിക്കുമ്പോ ചേച്ചീനെ കാണുന്നില്ലല്ലോ, ഇത് എവിടെ പോയി? കൺമണിമോളെ നമുക്കൂടെ ഒന്ന് പോയി നോക്കിയാലോ? ആ ശരി ശിവാനി ചേച്ചി, നമുക്കൂടെ പോയി നോക്കാം. ചേച്ചി ചേട്ടൻ ചിലപ്പോ തേൻ കുടിച്ചു തീർക്കുവാൻ എന്ത് ചെയ്യും? ആ ശരി, നമുക്ക് അവർ തേൻ കുടിച്ചു തീർക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഓടി പോവാം. ആ ശരി ശിവാനി ചേച്ചി, പോവാൻ പെട്ടെന്ന്. ഈ തേനീച്ചക്കൂട് അന്വേഷിച്ച് ഞാൻ ഈ കാട് മൊത്തം നോക്കി. തേനീച്ചക്കൂടിന്റെ ഒരു പൊടി പോലും ഇട്ടു ഇവിടെ. ചേട്ടാ ചേട്ടനോടൊപ്പം ഉണ്ടായിരുന്നോ? ആ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? ഞാൻ ചേട്ടനെ കാണാത്തണ്ട് വന്ന്. എന്തായിട്ട് തേനീച്ചക്കൂടൊന്നും കണ്ടില്ലേ? ഇല്ലടുത്തും ഈ കാട് മൊത്തം അരിച്ചു പറിക്കാം, എന്നിട്ട് ഒരു തേനീച്ചക്കൂട് ഒരു പൊടി പോലും കണ്ടില്ല. നിങ്ങളും വന്നോ? ചേച്ചി കാണാത്തണ്ട് വന്നു ഞങ്ങള്. തേൻ പോയിട്ട് തേനീച്ചക്കൂട് പോലും കിട്ടിയില്ല. അപ്പഴല്ലേ തേൻ കുടിക്കുന്നത്. അയ്യോ തേനീച്ചക്കൂട് കിട്ടിയില്ലേ നിങ്ങൾക്ക്? അത് തന്നെ തേനീച്ചക്കൂട് കിട്ടിയില്ലേ? ഇല്ല കൺമണിമോളെ ശിവാനി, തേനീച്ചക്കൂട് കിട്ടിയില്ല. ആ തേൻ വിൽക്കുന്ന കടക്കാരൻ നമ്മളെ പറ്റിച്ചതാ. ആ അത് തന്നെ എനിക്ക് മനസ്സിലാത്ത. അയാൾ എന്തിനാ നമ്മളെ പറ്റിച്ചെന്ന്? അയാൾക്ക് അതുകൊണ്ട് എന്തോ നേട്ടം കിട്ടാനോ? ശരിയാ, അയാൾ എന്തിനാണോ നമ്മളെ പറ്റിച്ചേ? വാടത്തുമ്പോ നമുക്കിന്റെ വീട്ടിൽ പോവാ. ഓ തേൻ കിട്ടുന്ന കൊതിച്ചു വന്നതാ. നമുക്ക് വേറെ എവിടെ നിന്ന് തേൻ വാങ്ങിക്കാൻ വേണ്ടി അച്ഛൻ്റെ പൈസ ചോദിക്കാം. അച്ഛനിപ്പോ 2 ദിവസമായിട്ട് അവിടെ തന്നെ നിൽക്കുവല്ലേ ജോലി സ്ഥലത്ത്. അവിടെ അച്ഛൻ തന്ന പൈസ ആണെങ്കിൽ മൊത്തം തീർന്നു പോയി അമ്മയുടെ. അച്ഛനാണെങ്കിൽ ഫോണിൽ കൂടെ പൈസ അയക്കാനും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛൻ എന്തായാലും നാളെ വരുമല്ലോ വീട്ട്. അപ്പൊ നമുക്ക് നല്ല വില കൂടിയ തേൻ വാങ്ങിക്കാം. ആ ശരിയാ തുമ്പി, നമുക്ക് വീട്ടിൽ പോവാം. ബാ, തേൻ ആണെങ്കിൽ ആലോചിച്ചിട്ട് കൊതി വരുവാ. നമുക്കെന്താ പെട്ടെന്ന് വീട്ടിൽ പോവാം. ശരി. ഈ കാടിന് എന്തോ പ്രത്യേകം ഉണ്ടെന്ന് തോന്നല്ലോ, എന്തോ ഭയങ്കര തിളങ്ങുന്ന ഈ കാട്. ശരിയാ ചേട്ടാ, ഈ കാട് എന്തോ ഭയങ്കര രീതിയിൽ തിളങ്ങുന്നു. ആ സൈഡിലോട്ട് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിളക്കം പോലെ. ഇതേതെങ്കിലും അത്ഭുത കാട് വല്ലതും ആണോ? ചിലപ്പോ അത്ഭുതങ്ങളുടെ കാടായിരിക്കും ഇത്. ഈ കാടുണ്ട് ശരി.
എന്നുള്ള പേര് അത്ഭുതക്കാട് ഇട്ടാ മതിയായിരുന്നു. കിങ്ങണിക്കാട് രസമല്ലേ കേൾക്കാൻ. ശരിയാ, നമുക്ക് തന്നെ വീട്ടിൽ പോവാം. എന്റെ അമ്മ ഈ ഭാഗം കണ്ടിട്ട് പേടി വരുന്നത്. മറ്റേ അസ്തുകൂടപ്രതി ഈ ഭാഗത്തുനിന്നല്ലേ ഇങ്ങോട്ട് നിരങ്ങി വന്നത് താഴോട്ട്. ശരിയാ, പേടി വന്നിട്ട് വയ്യ. അസ്തുകൂടപ്രതി ഇങ്ങനെ നിരങ്ങി വരുന്നത്. ആ സമയത്ത് നമ്മൾ അച്ഛൻ വന്ന് രക്ഷിച്ചല്ലോ. എന്തായാലും ഭാഗ്യം, കറക്റ്റ് സമയത്ത് അച്ഛൻ വന്ന്. എന്റെ അമ്മ അങ്ങനെ വീട്ടിൽ വന്നു. ശിവാനി ആണെങ്കിൽ ശിവാനിയുടെ വീട്ടിൽ കൊണ്ട് വിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നു. ശിവാനി പിക്കാരും ശിവാനിയുടെ അമ്മ വഴക്ക് പറയുമായിരിക്കും, കാരണം ഇത്ര താമസിച്ചുണ്ട്. ശരിയാ. അമ്മേ അമ്മേ, ആഹാ മക്കളെ നിങ്ങൾ വന്നോ? തേൻ കിട്ടിയോ? ഓ തേനൊന്നും കിട്ടിയില്ലമ്മേ. ആ തേങ്ങടക്കാരനാണെങ്കിൽ ഞങ്ങളെ പറ്റിച്ചതാ. അയ്യോ അത് കഷ്ടമായല്ലോ. സാരില്ല, അച്ഛൻ വരുമ്പോഴാണെങ്കിൽ അമ്മയാണെങ്കിൽ പൈസ വാങ്ങിച്ചു തരാം, തേൻ വാങ്ങിക്കാനുള്ളത്. അപ്പൊ അച്ഛനോട് ഇല്ലാത്തണ്ടല്ലേ, പൈസ മൊത്തം തീരാറായി. അച്ഛനാണെങ്കിൽ ഫോൺ വഴിയാണെങ്കിൽ ഇങ്ങോട്ട് പൈസ അയക്കാനും പറ്റുന്നുണ്ട്. എന്തായാലും അച്ഛൻ നാളെ വൈകിട്ട് വരുമല്ലോ. അപ്പൊ അതിന്റെ പിറ്റേസാണെങ്കിൽ നിങ്ങൾ തേൻ വാങ്ങിച്ചു കേട്ടോ. ശരിയമ്മേ. നല്ല കൂടിയ തേനാക്കി വാങ്ങിക്കണം കേട്ടോ, അതുകൊണ്ട് നല്ല തേനുമായിരിക്കും. മക്കളെ നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ? ആ അമ്മ ഞങ്ങൾ കഴിക്കാൻ പോണം, വിശന്നിട്ട് വയ്യ. ബാ മക്കളെ, ചിക്കൻ കറിയും പിന്നെ ചോറ് ഇരിപ്പുണ്ട്, പിന്നെ കുറെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാ തിന്നാ. ശരിയമ്മേ. ഉറക്കം വരുന്ന ഈ കണ്ണുമോളം തുമ്പി അവിടെ എന്ത് ചെയ്യുക? ഈ കണ്ണുമോളെ തുമ്പി വാടി കിടന്ന് വാങ്ങാ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. എന്ത് രസം ഈ സ്ഥലം കാണാൻ. ഞാനിതെന്താ വല്ല സ്വർഗത്തിലെ മറ്റുവാണോ? അയ്യോ എന്റെ കാല് വഴുതി, ഞാനിപ്പോ താഴോട്ട് പോവാണേ. അയ്യോ അയ്യോ, ഞാൻ താഴെ പോയി വീണേ. ഞാനിപ്പോ താഴോട്ട് വീണില്ലേ, പിന്നെ ഞാൻ ഇവിടെ എത്തി. ഇങ്ങോട്ടാ ഞാൻ വീണത്. അതാറ് എന്നെ പോലത്തെ ഒരാളവിടെ കിടക്കുന്നു. അയ്യോ എന്നെ രക്ഷിക്കേ. കിടക്കുന്ന ഞാൻ തന്നെയല്ലേ? അയ്യോ ഈ ചെറുക്കനെ കണ്ടിട്ട് എന്നെ പോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, എന്നെ ഒന്ന് രക്ഷിക്കേ. ഇവിടെ എന്താ ഇപ്പൊ സംഭവിക്കുന്നത്? അയ്യോ എന്റെ കാലം വഴുതി താഴോട്ട് പോണേ ഞാൻ. അയ്യോ അയ്യോ അയ്യോ, ഞാൻ താഴെ വീണ്. നീ ഏതാണ് ചെറുക്കം? നിന്റെ പേരെന്താ? എന്റെ പേര് കണ്ണൻ. നിന്റെ പേരെന്താ? എന്റെ പേരും കണ്ണൻ. നിന്നെ എന്താണ് കണ്ടത്? എന്നെ പോലെ തന്നെ ഇരിക്കുന്നേ. അതുപോലെ തന്നെ നിന്നെ കണ്ടത് എന്നെ പോലെ തന്നെ ഇരിക്കുന്നേ. ഞാൻ പിന്നെ പാലയുടെ മോളിൽ വന്നു. എന്നെ പോലത്തെ രണ്ടാൾക്കാർ അവിടെയും കിടക്കുന്നു. ഈ ചെറുക്കനെ കണ്ട് നമ്മൾ രണ്ടേരെ പോലെ തന്നെ ഇരിക്കുന്നു. ശരി, ഈ ചെറുക്കനെ കണ്ട് നമ്മളെ പോലെ തന്നെ ഇരിക്കുന്നു. അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ ചേർക്കാ. അയ്യോ രക്ഷിക്കേ. രക്ഷിക്കാനോ? ഇത് എന്റെ അതേ സൗണ്ട് തന്നെയല്ലേ ഇവർക്കും? അയ്യോ ഞാനും കാല് വഴുതി പോന്നെ. അയ്യോ അയ്യോ, ഞാൻ മലയുടെ മുകളിൽ താഴോട്ട് പോന്നേ. അയ്യോ എന്നെ രക്ഷിക്കേ. ഇതെവിടെ സ്ഥലം? ഇതെന്റെ വീട് തന്നെയല്ലേ? ഞാൻ കുറച്ചു മുമ്പ് വരെ മലമുകളിൽ നിൽക്കുമല്ലായിരുന്നോ? അവിടെ നിന്ന് കാല് വഴുതി ഞാൻ താഴോട്ടും പോയി. ഇപ്പൊ എന്റെ വീട്ടിലുള്ള ബെഡ്റൂമിൽ ഞാൻ. ഇതെങ്ങനെ സംഭവിച്ച്? ഇപ്പഴും ഓർമ്മയാണ് സ്വപ്നം വരുന്നത്. അയ്യോ, സ്വപ്നത്തിലാണെങ്കിൽ ഞാനാണ് 3 പ്രാവശ്യം താഴോട്ട് പോയി ആ കൊക്കയിലോട്ട്. അയ്യോ എന്റെ പോലെ പേടിപ്പിക്കുന്ന സ്വപ്നം. അയ്യോ എന്റെ അമ്മേ. ഈ കണ്ണുമ്പളും തുമ്പി ഈ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ മറന്നുപോയി. ഇനി ലൈറ്റ് ഓഫ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഇനി കിടന്ന് ഉറങ്ങാം. ഈ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട പകരം തേൻ കുടിക്കുന്ന സ്വപ്നം കണ്ടാൽ മതിയായിരുന്നു. അതെന്തായാലും ആടെ ഇനി കിടന്ന് ഉറങ്ങാം. അയ്യോ